ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മത്തി മുളക് കറിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മത്തി മുളക് കറി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ നമ്മളെ ചേട്ടൻ മീനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി മീൻ മേടിക്കാൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി മീനുമായിട്ട് വരികയാണ്. മത്തി തന്നെ ആയിരിക്കും, മത്തി തന്നെയാണ്. നമ്മളിതിനിവിടെ മത്തി ചാള എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ നേരെ അമ്മച്ചി അതുമായിട്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കി കണ്ടിച്ച് മറ്റേ ചട്ടിയിലേക്ക് ഇടാൻ പോവുകയാണ്. മീനെല്ലാം നല്ല വൃത്തിയാക്കി നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് മത്തിക്കറി എങ്ങനെ വെക്കാം എന്നാണ് അമ്മച്ചി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മത്തിയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം മുളക് പൊടി ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം മല്ലിപ്പൊടി 1 സ്പൂൺ, ഇപ്പോൾ 2 സ്പൂണായിട്ടുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇടേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ അമ്മച്ചി പറഞ്ഞു തരും. മഞ്ഞപ്പൊടി ഇടണമെന്ന് എന്നോട് പറഞ്ഞു, മഞ്ഞപ്പൊടി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉലുവാപ്പൊടിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുളി ഞെവിടി ഒഴിക്കണമെന്ന് പറഞ്ഞാൽ ആ പുളി ഞെവിടുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ കൂടെ വെള്ളം പോയി. അതിപ്പോൾ ആർക്കായാലും അങ്ങനെ തന്നെ. അപ്പം ഇതെല്ലാം അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് മിക്സി ജാറ് എടുത്ത് മിക്സിയിലോട്ട് വെച്ച് 2 അടി അടിക്കണമെന്നാണ്. ആദ്യം ഒരു അടി അടിച്ചിട്ട് രണ്ടാമതൊരു അടി കൂടെ അടിക്കുമ്പോഴത്തേക്കും ഏകദേശം ഇതുപോലെ പേസ്റ്റ് ആവും, മുളക് പേസ്റ്റ് പോലെ ആവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആ ജാറിൽ തന്നെ വെള്ളം എടുത്ത് ആ ജാറിൽ തന്നെ കലക്കി ഇതിൻ്റെ വെള്ളം അതിനകത്ത് തന്നെ ഒഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുപോലെ ആ വെള്ളം തന്നെ അതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്, ആ പേസ്റ്റിനകത്ത്. അപ്പം കറി കൂടുതൽ കിട്ടാൻ വേണ്ടിയായിരിക്കും അത്രയും വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിനകത്തേക്ക് എടുത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് 5-6 മത്തി അമ്മച്ചി മാറ്റുന്നുണ്ട്. അത് നമ്മുടെ കൊച്ചുങ്ങൾക്ക് വറുത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് അമ്മച്ചി ഇതിനകത്തോട്ട് ഇടുന്നത്. ആപ്പാട് 10 മത്തിയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു തക്കാളി അരിഞ്ഞിടണം. അതുപോലെ തന്നെ പച്ചമുളകും അതിനകത്ത് അരിഞ്ഞിടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ പൊക്കിയെടുത്ത് അതിൻ്റെ മേളിലോട്ട് വെക്കാം. പിന്നെ ഒരു അരമണിക്കൂർ അതിനകത്തിരുന്ന് അങ്ങോട്ട് തിളയ്ക്കുമ്പം ഒരു പ്രത്യേക മണം വരുന്നതാണ്. അതങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് തിളച്ചങ്ങോട്ട് മറിഞ്ഞ് നമ്മളിതങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ കൂടെ അമർത്തണം. അപ്പം നല്ല മണമാണ് ഗെയ്സ് വരുന്നത്. അപ്പം ഇതങ്ങോട്ട് ചോറിനകത്തോട്ട് വെച്ച് ഒരു പിടി പിടിച്ചാൽ വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.